ഹായ് ഫ്രണ്ട്സ്, സലാം കമ്പ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി മാങ്ങാക്കറിയാണ്. അങ്കമാലി മാങ്ങാക്കറിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ: വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, മാങ്ങ, വിനേഗർ, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൂടാതെ മല്ലിപ്പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. തൊലി കളഞ്ഞ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനേഗർ 2 ടീസ്പൂണ്. നമുക്കതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വലിയുള്ളി ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞെടുത്തത്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന മാങ്ങ റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, രണ്ടാം പാൽ ഒഴിച്ചാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. വറ്റൽമുളക്, കറിവേപ്പില, ചെറിയുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇത് നന്നായി
നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്ക് കറിയിലേക്ക് ഇടാൻ. നമുക്കിനി താളിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സലാം കമ്പ ബ്ലോഗ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.